മക്കളെ ഇതാണ് ചൈന. ചൈനയിലൊരു നെൽകൃഷിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ നേരെ ഗോങ്ചോല് പോകാൻ വേണ്ടി ടോളില്ലാത്ത റോഡ് എടുത്താണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇത് ആരെങ്കിലും പറയുമോ ചൈനയാന്ന്? ഒരിക്കലും പറയൂല. ഇത് ശരിക്കും നമ്മളെ കേരളം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബണ്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. ആ വെള്ളമാണ് ഇവർ ഈ കാണുന്ന കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ തീരെ ഒരു ലൈറ്റ് ഇല്ല കേട്ടോ എവിടെയും. നമുക്ക് ഇതിലോട്ട് ഇറങ്ങിയിട്ട് താഴേക്ക് പോകാൻ പറ്റുമോ നോക്കാം. പക്ഷേ ഇവിടുന്ന് എങ്ങനെയാണ് പോകാൻ പറ്റുക ഞാൻ അറിയില്ല. ഇവിടെ ഒരു നടന്ന് പോകാനുള്ള ഒരിത് കാണുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ പോകുന്നു നോക്കാം. നമുക്കൊന്ന് കാലൊന്ന് ഇങ്ങനെ കടത്തി വെച്ചിട്ട് പോയിട്ട് നോക്കാം. എൻ്റെ പൊന്നെ, എന്താ പറയണ്ടേ, എന്ത് രസമാണ്. നല്ല കിടിലം കാറ്റെല്ലാം അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക്. ഇവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നത്. ഞാൻ ടോള് കയറി വരാത്ത നന്നായിന്. ഒരു ഉമ്മാമ അവിടെ നടന്നു വരുന്നുണ്ട്. ചൈന കൃഷിയിലൊരു സംഭവം കേട്ടോ. നോക്കിയെടുത്ത് ഫുള്ള് ഇവർ നെല്ലെടുത്തത്. നമ്മൾ വണ്ടി ഉണ്ടാടാ, നെല്ലെടുത്തതിന് ശേഷം ഇവർ കൊയ്ത് വെച്ചതാണ്. ഇടല്ലേ ഇതാ ഫുള്ളും അരിയാണ്. അരി ഇപ്പം കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി അത് എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനം അത് പാമ്പുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ചോദിക്കാൻ പോലും ഒരാളും ഇല്ല. പക്ഷെ അങ്ങോട്ടൊരു വീടുണ്ട്. ആ വീട് വരെ നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റും. ഒരു ഇലക്ട്രിക് വണ്ടിയാണ്ട ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ. അത് ആരെങ്കിലും പറയുമോ ഇത് ചൈനയാന്ന്? ഇത് ചൈനയാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വയലില്ല, അത് ചൈനയല്ല. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചോ? ഇതാണ് ചൈന. അല്ലാ, എനിക്ക് സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോക്കിയാട്ടെ എന്തൊരു പച്ചപ്പാ കാണാൻ. കണ്ട അവിടെ ഒരു ഉപ്പൂപ്പുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. കാരണം ഇവിടെ ആരെയും കാണുന്നില്ല. വണ്ടി അങ്ങോട്ടേക്ക് എടുത്തിട്ട് പോവാം. ഞാൻ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ ഏത് ഭാഷയിലും ഇവരോട് ഞാൻ ചോദിക്കുക. സംസാരിക്കാൻ പറ്റൂലല്ലോ, അതല്ലേ പ്രശ്നം. ഓക്കെ, നേരെ ഹലോ, നീഹ നീഹ. നീഹ എന്ന് പറഞ്ഞാൽ ഹായ് എന്നാണ്. നീഹ നീഹ മൂപ്പത്തി ചിരിക്കുക. ചിലപ്പോൾ നീഹ എന്ന് പറഞ്ഞാൽ ഇവരെ ഭാഷയിൽ അത് തന്നെയാണെന്ന് അറിയില്ല. നീഹാന്നോ അല്ലെങ്കിൽ നീഹോന്നോ അങ്ങനെ എന്തോ പറയും ഹായ്ക്ക്. ഇന്ദു 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 ആ ഇന്ദു. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാട്ടോ.